രഞ്ജിത്തിന് എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ. ചോദിക്കാനില്ലെങ്കിൽ എനിക്ക് പോവാലോ അല്ലേ? രഞ്ജിത്ത് എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. ഞാൻ തലയ്ക്ക് തീ പിടിച്ച് നിൽക്കുക. എന്തിന്? ഭ്രാന്ത് പിടിക്കേണ്ടതും തലയ്ക്ക് തീ പിടിക്കേണ്ടതും എനിക്കാണല്ലോ. രഞ്ജിത്തിന്റെ മനസ്സിൽ എന്താണെന്ന് പറ. അല്ലെങ്കിൽ രഞ്ജിത്ത് എന്റെ കൂടെ വാ. എങ്ങോട്ട്? മൈഥിലിയുടെ വീട്ടിലേക്ക്. ആ കുഞ്ഞിനെ കൊണ്ട് ആരങ്ങനെ പറയിച്ചതെന്ന് എനിക്കറിയണം. എന്തായാലും ഞാനില്ല. മൈഥിലിയുടെ വീട്ടിലെ ആവശ്യത്തിന് പ്രശ്നങ്ങളുണ്ട്. താൻ അവിടെ പോയി പുതിയതൊന്നും സൃഷ്ടിക്കണ്ട. രഞ്ജിത്ത്, അവൻ വിളിച്ചു പറഞ്ഞതുപോലൊന്നും അല്ല. അതൊക്കെ കള്ളമാണ്. അതിന് എന്നെ കിട്ടിയുള്ളൂ ബലി കൊടുക്കാൻ. ഞാൻ പോയിട്ട് വരാം. രഞ്ജിത്ത്, എനിക്കൊന്ന് സംസാരിക്കണം. ഈ സംസാരം തുടരാൻ എനിക്ക് താല്പര്യമില്ല. ഭാര്യ എന്ന നിലയ്ക്ക് താനത് ന്യായീകരിക്കുന്നത് ശരിയായിരിക്കാം. ഭർത്താവെന്ന നിലയിൽ അത് കേട്ടു നിൽക്കുന്ന അത്ര സുഖമുള്ള കാര്യമല്ല. അച്ഛനും അമ്മയും തമ്മിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും മോൾ അച്ഛൻ്റെ കൂടെ തന്നെ നിൽക്കണം കേട്ടോ. അമ്മയും അമ്മൂമ്മയും അപ്പൂപ്പനും എല്ലാവരും മോളോട് ഓരോ കാര്യങ്ങൾ ചോദിക്കും. അതൊന്നും മോള് കേൾക്കാൻ നിൽക്കണ്ട. അച്ഛൻ പറയുന്നതേ കേൾക്കാവൂ. യാമി മോൾക്ക് അച്ഛനെ അത്ര ഇഷ്ടമല്ലേ? അതെ. മോളെ അച്ഛൻ കൊണ്ടു നടക്കുന്നതും അങ്ങനെ തന്നെയാ. അച്ഛനൊരു വേദന വരുമ്പോ മറ്റാരടുത്തില്ലെങ്കിലും മോളടുത്ത് വേണം. ദാ വരുന്നു ലക്ഷ്മി. മോളിപ്പോ വലിയ കുട്ടിയായിക്കൊണ്ടിരിക്കുക. ജീവിതത്തെക്കുറിച്ച് പഠിച്ചു തുടങ്ങുന്നത് തന്നെ ഇവിടുന്ന. അപ്പൊ കാണുന്നതൊക്കെ സൂക്ഷ്മതയോടെ നോക്കണം, കേട്ടല്ലോ? ദാ വരുന്നു എന്ന് പറഞ്ഞില്ലേ? എന്നാ മോള് പൊയ്ക്കോ. വഴിവരെ അപ്പൂപ്പൻ കൂടെ വരണോ? വേണ്ട പപ്പാ. പിന്നെ എന്തുണ്ടായാലും അപ്പൂപ്പനോട് വന്ന് പറയണം കേട്ടോ. തൊണ്ടയ്ക്ക് എന്താ ഒരു ഏനക്കേട്? ആ പനങ്കൽ കണ്ടുപിടിച്ച് എടുത്തു തരട്ടെ? എനിക്ക് ഏനക്കേടൊന്നുമില്ല. ആ കുട്ടിയോട് എന്തൊക്കെയാ പറഞ്ഞേ? ഇങ്ങനൊക്കെയാണോ പറയാ? വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവുമ്പോ കുട്ടികൾ അമ്മയ്ക്കൊപ്പം നിൽക്കണമെന്നല്ലേ പറയേണ്ടത്? എന്ന് ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ടോ? അച്ഛനൊപ്പം നിന്നാ എന്താ കുഴപ്പം? കുട്ടികളുടെ മുന്നിൽ വെച്ച് കുടുംബ വഴക്കിനെ കുറിച്ച് ചർച്ച ചെയ്യരുതെന്ന് കേറി വന്നപ്പോ എന്നോട് പറഞ്ഞതല്ലേ? എന്നിട്ട് നിങ്ങൾ ചെയ്തതോ? അതെന്റെ സൗകര്യം. നീ കിടന്നെടുത്ത് കിടന്നാ മതി. ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എനിക്ക് വൃത്തിയായിട്ട് അറിയാം. ഇങ്ങോട്ട് പഠിപ്പിക്കാൻ വരണ്ട, മനസ്സിലായോ? വയസ്സാം കാലത്ത് ഓരോ ഭ്രാന്തുകള്. എന്താ പറഞ്ഞ? ഭ്രാന്ത് അല്ലേ? അതെ. ഇനി അതിൽ സംശയമൊന്നും വേണ്ട. കുറച്ചു കാലം കൂടി ദൈവം ആയുസ് തന്നിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ചില ഭ്രാന്ത് കാണിക്കാൻ വേണ്ടിയാ. ഞാൻ കാണിക്കും. ഇതെവിടേക്കുള്ള പോക്കാണെന്ന് ഈ കട്ടിലിൽ കിടക്കുന്ന നിനക്കറിയില്ല. പക്ഷേ കുട്ടിച്ചനറിയാം. ഈ തോണി കുട്ടിച്ചൻ തീരുമാനിക്കുന്ന കരയിലേക്ക് തുഴഞ്ഞെത്തൂ. നിനക്ക് വയ്യ ലക്ഷ്മി. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കുകയും വേണ്ട, പറയുകയും വേണ്ട. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? സോറി മാം, എനിക്കൊരു അബദ്ധം പറ്റിയതാ. ഞാനിനി ആവർത്തിക്കില്ല. ദിവ്യ, നഴ്സുമാരെ സമൂഹത്തിലെ മാലാഖമാരോടാണ് ആളുകൾ ഉപമിക്കുന്നത്. ഡോക്ടറും മരുന്നും ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങളുടെ സ്നേഹപൂർണമായ പരിചരണമാണ് ആളുകളെ പെട്ടെന്ന് സുഖപ്പെടുത്തുന്നത്. നിങ്ങളുടെ ഭാഗത്തുനിന്നൊരു വീഴ്ച സംഭവിച്ചാൽ അതൊരു നിസ്സാര കാര്യമല്ല. സത്യത്തിൽ ആ രോഗിയുടെ ജീവനോടുള്ള അവഗണനയാണ്. മാഡം പ്ലീസ്. നൈറ്റ് ഡ്യൂട്ടി സമയത്ത് നിങ്ങൾ എല്ലാവരും മൊബൈൽ യൂസ് ചെയ്യുന്നുണ്ട്. അതിനിവിടെ വിലക്കുകളൊന്നുമില്ലല്ലോ. പക്ഷേ ICUവിൽ നിന്നൊരു സെൽഫി എടുക്കുക, അതില് ബെഡിൽ കിടക്കുന്ന പേഷ്യന്റ് ഉൾപ്പെടുക എന്നൊക്കെ പറയുന്നത് നിസ്സാര കാര്യമാണോ? എന്നിട്ടത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. തൽക്കാലം ഒരു പ്രശ്നമായിട്ട് ഇതാരും കുത്തിപ്പൊക്കിയിട്ടില്ല. പക്ഷേ അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിലോ? ഏതെങ്കിലും ഒരു മീഡിയ അല്ലെങ്കിൽ പൊതുതാൽപര്യ ഹർജിയായിട്ട് നടക്കുന്ന ഒരാള്
ഇത് കണ്ടിരുന്നെങ്കിൽ ഇവിടുത്തെ കോലാഹലം എന്തായിരിക്കും? സോറി മാഡം. ദിവ്യയുടെ കുടുംബത്തെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. തൽക്കാലം ഞാൻ ഇതിനൊരു ആക്ഷൻ എടുക്കുന്നില്ല. പക്ഷെ ഇനിയും ഇതുപോലെയുള്ള സംഭവങ്ങൾ ആവർത്തിച്ച ഒരു എക്സ്പ്ലനേഷൻ ഞാൻ ചോദിക്കില്ല. ദിവ്യ പൊക്കോളൂ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. സക്കറിയ ഇരിക്കെ. താങ്ക്സ്. എന്തോ അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞു. ഉണ്ട്. ഇന്നലെ രാത്രി സക്കറിയ എവിടെയായിരുന്നു? ഇന്നലെ രാത്രി എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഉണ്ടായിരുന്നില്ലല്ലോ. ഡ്യൂട്ടി ഇവിടെ ഉണ്ടായിരുന്നില്ല, അത് സമ്മതിച്ചു. രാത്രി എവിടെയായിരുന്നു എന്നാ ഞാൻ ചോദിച്ചത്. ഐ എം സോറി. ഡ്യൂട്ടി ഇല്ലാത്ത സമയത്ത് ഞാൻ എവിടെ പോന്നു, എന്ത് ചെയ്യുന്നു എന്ന് അന്വേഷിക്കേണ്ട കാര്യം മൈഥിലിക്കില്ല. ഡോക്ടർ സക്കറിയ എന്ന വലിയ മനുഷ്യനെ പിന്തുടരണമെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല. ഇന്നലെ രാത്രി നിങ്ങൾ എവിടെയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളും നിങ്ങളുടെ 5 കൂട്ടുകാരും ഒരുമിച്ച് വർക്കലയിൽ ഒരു റിസോർട്ടിലായിരുന്നു. നിങ്ങളെല്ലാവരും വെളുക്കുന്നത് വരെ മദ്യപിച്ചു. അതിനിടയിൽ അവിടുത്തെ മറ്റൊരു സംഘവുമായി വാക്കേറ്റവും സംഘർഷവും ഉണ്ടായി. ശരിയല്ലേ? അല്ല, എനിക്ക് പെട്ടെന്നൊരു സംശയം. ഞാൻ ഇരിക്കുന്നത് ഡോക്ടർ മൈഥിലിയുടെ ക്യാബിനിലാണോ അതോ ഏതെങ്കിലും IPS ഓഫീസറുടെ ക്യാബിനിലാണോ? നിങ്ങളുടെ പരിഹാസമൊന്നും വേണ്ട. അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള പരാതി മാനേജ്മെന്റിന് കിട്ടിയിട്ടുണ്ട്. HOD ഞാനായതുകൊണ്ട് നിങ്ങളോട് കാര്യങ്ങൾ ചോദിച്ച് റിപ്പോർട്ട് ചെയ്യാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അവിടെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ അന്വേഷിച്ചു. ബിയർ കൂപ്പി കൊണ്ടുള്ള അടിയേറ്റ് ഏതോ ഒരാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോണ്ടി വന്നില്ലേ? അതൊരു പ്രശ്നമല്ലേ? മൈഥിലി ഇത്തരത്തിൽ എന്നെ ടോർച്ചർ ചെയ്യരുത്. എന്റെ പേഴ്സണൽ വിഷയത്തിൽ അനാവശ്യമായിട്ട് ഇടപെടരുത്. എനിക്കത് ടോളറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നിർത്തണം മിസ്റ്റർ. നിങ്ങളോട് പലപ്പോഴും എനിക്ക് സംസാരിക്കേണ്ടി വന്നിട്ടുള്ളത് ഒരു ഡോക്ടറുടെ അന്തസ്സിന് ചേരാത്ത കാര്യങ്ങൾ നിങ്ങൾ പലപ്പോഴും ചെയ്യുന്നതുകൊണ്ടാണ്. ഏതോ റിസോർട്ടിൽ കള്ളും കുടിച്ച് തെരുവുകുണ്ടകളുടെ സ്റ്റാൻഡേർഡിലേക്ക് ഇറങ്ങി സംഭവിക്കാൻ പാടില്ലാത്തതൊക്കെ സംഭവിച്ചിട്ട് നിങ്ങൾ എന്നോട് ശബ്ദം ഉയർത്തി സംസാരിച്ചാണ്ടല്ലോ. മാനേജ്മെന്റ് നിങ്ങളോട് എക്സ്പ്ലനേഷൻ ചോദിക്കും, എന്നോടും. ഓ, പിരിച്ചുവിട്ട് കളയുമെന്ന് അങ്ങനെ എന്തെങ്കിലും ഭീഷണിയുണ്ടോ? പിരിച്ചുവിട്ടാലും നിങ്ങൾ അതിൽ ഖേദിക്കില്ല എന്ന് എനിക്കറിയാം. കാരണം ഈ ജോലിയെ അത്ര ഗൗരവമായിട്ടൊന്നും സക്കറിയെ കണ്ടിട്ടില്ല. പറമ്പ് കച്ചവടത്തിനും തടിക്കച്ചവടത്തിനും ഒക്കെ നടക്കുകയാണെങ്കിലേ ഇതൊക്കെ ഒന്ന് വെച്ച് അവസാനിപ്പിക്കാൻ നോക്കും മിസ്റ്റർ. നിങ്ങൾക്ക് നല്ലൊരു കച്ചവടക്കാരനാവാൻ പറ്റും, പക്ഷേ നല്ലൊരു ഡോക്ടർ ആവുന്ന കാര്യം സംശയ. സക്കറിയ പോയിക്കോളൂ. എനിക്ക് ബോധ്യപ്പെട്ട കാര്യം ഞാൻ മാനേജ്മെന്റിനെ അറിയിച്ചോളാം. പ്ലീസ്. ഗുഡ് മോർണിംഗ് സർ. ഓ, ഡോ അരുണേ. എന്താ സാർ? എടോ, തന്റെ മാഡത്തിന് എന്തെങ്കിലും മാനസിക പ്രശ്നം ഉണ്ടെങ്കിലേ അവരോട് ട്രീറ്റ് ചെയ്യാൻ പറ. എന്തൊക്കെയാ സാർ ഈ പറയുന്നത്? അവർ എന്റെ മുന്നിൽ പോലീസ് കളിക്കുക. ഞാൻ എവിടെ പോന്നു, ആരെ കാണുന്നു, ഞാൻ ആരോടൊപ്പം മദ്യപിക്കുന്നു, അതൊക്കെ അവരറിയേണ്ട കാര്യം എന്താ? എനിക്ക് മനസ്സിലായില്ല. കുറച്ചു കാലമായി മാനേജ്മെന്റ് വക്കാലെടുത്ത് അവരെന്നെ ചോദ്യം ചെയ്യുക. അവർക്ക് എന്ത് ഇറിറ്റേഷൻ ഉണ്ടായാലും അതൊക്കെ തീർക്കുന്ന എന്നോടാ. സാർ അങ്ങനെയൊന്നും പറയല്ലേ. താൻ തന്നെ മാഡത്തോട് ചെന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. എന്നെ സംബന്ധിച്ചിടത്തോളം ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് എന്ന നിലയ്ക്ക് മൈഥിലി പറയുന്നത് ഒരു പരിധി വരെ ഞാൻ കേട്ടു നിൽക്കും. അതിനപ്പുറത്തേക്ക് എനിക്ക് ബുദ്ധിമുട്ടാണ്. ഞാൻ എന്റേതായ രീതിയിൽ റിയാക്ട് ചെയ്യാൻ തുടങ്ങിയാലേ അറിയാലോ, അവർക്ക് തടുത്തു നിൽക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. സാർ, ഡ്യൂട്ടി സംബന്ധമായി മാഡം എന്തെങ്കിലും പറഞ്ഞാൽ? ഡ്യൂട്ടി സംബന്ധമായിട്ടല്ല, അവർക്കെന്തോ പേഴ്സണൽ പ്രോബ്ലം ഉണ്ട്. അത് ഹോസ്പിറ്റലിൽ വരെ കെട്ടിച്ചുമന്നുകൊണ്ട് വരുന്നത് അവർക്കൊരു രസമായിരിക്കും. പക്ഷേ ഞാൻ അതിനനുസരിച്ച് നിന്നു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത്യാവശ്യം വേണ്ട യോഗ്യതയോടെയാ ഞാൻ ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത്. അവരത് മനസ്സിലാക്കിയാൽ കൊള്ളാം. ഗുഡ് മോർണിംഗ് സർ. ജോലിക്കാർ ഷോർട്ട് വരില്ലല്ലോ അല്ലേ? ഇല്ല സർ, കുറച്ചുകൂടി അന്യസംസ്ഥാന ആൾക്കാരെ വിളിക്കേണ്ടി വരും. അത് സാരമില്ല, സമയത്തിന് മുമ്പ് പണി പൂർത്തിയാക്കിയേ പറ്റൂ.
ദാ. ശരി സാർ. ആ ശരി. ഗുഡ് മോർണിംഗ് സാരംഗ്. എന്താ ഈ വഴിയൊക്കെ? യാത്രയാ, എയർപോർട്ടിലേക്കുള്ള വഴിയാ. കൊട്ടാരം ബിൽഡേഴ്സ് അടച്ചു പൂട്ടാനുള്ള തീരുമാനം ഞാൻ അറിഞ്ഞു. സാറ് പോവാണെന്ന് രഞ്ജിത്ത് പറഞ്ഞു. അന്ന് മുതൽ ഒന്നങ്ങോട്ട് വന്ന് കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ സമയമില്ലാത്തതുകൊണ്ട്. ഇറ്റ്സ് ഓക്കെ. മനുഷ്യന്റെ കയ്യിൽ വളരെ ചുരുങ്ങിയ സമയമേ ഉള്ളൂ. ഓടാനുള്ളതെല്ലാം അതിനുള്ളിൽ ഓടി തീർക്കണം. പിന്നെ സാർ, കണ്ടത് നന്നായി. ഒരിക്കലും രഞ്ജിത്ത് എന്നെ വന്ന് കണ്ടിരുന്നു. ആ സ്റ്റേഡിയം നിർമ്മാണത്തിന്റെ കരാറിൽ നിന്ന് ഞാൻ പിൻവാങ്ങണമെന്ന് പറയുകയും ചെയ്തു. എനിക്കറിയാം, അപ്പോൾ സാറിന്റെ കമ്പനി ഒരുപാട് പ്രശ്നത്തിലായിരുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിനു വേണ്ടി പൂർണ്ണമായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞു. ഞാൻ മാത്രമല്ലല്ലോ, എൻ്റെ ഇൻവെസ്റ്റേഴ്സും ഇല്ലേ, അവരോട് ഞാൻ നീതി കാണിക്കണ്ടേ? സാരംഗ്, എൻ്റെ തൊഴിലാളികൾ ഞാൻ അറിയാതെ നടത്തിയൊരു മൂവ്മെന്റാ. ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും അത് അനുവദിക്കില്ലായിരുന്നു. അവരുടെ നിലനിൽപ്പിനെ കുറിച്ച് അവർ ചിന്തിച്ചു, അത്രയേ ഉള്ളൂ. എന്നാലും ചിലയിടങ്ങളിലൊക്കെ കൊട്ടാരം ബിൽഡേഴ്സ് ഇല്ലാതാവാനുള്ള കാരണക്കാരൻ ഞാനാണെന്നൊരു. അത് കാര്യമാക്കണ്ടോ. നമുക്ക് വലിയ ചിറകുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ആകാശത്തിലേക്ക് കുതിക്കും. അതിനിടയിൽ ആ ചിറക് തട്ടി ചിലരൊക്കെ വീണുപോയെന്നിരിക്കും. അത് സ്വാഭാവികമാ. ഇന്ന് ഞാൻ വീണു, ഇന്നലെ മറ്റൊരാൾ വീണിരിക്കും, നാളെ വേറൊരാൾ വീഴാനുണ്ട്. അതൊക്കെ അങ്ങനെയാ. പക്ഷേ സാരംഗ്, ചിലപ്പോൾ നമ്മൾ ഞെട്ടിപ്പോകുന്ന ചില സംഗതികളുണ്ട്. വലിയ വലിയ ചിറകുകളുമായിട്ട് പറക്കുന്ന പക്ഷികൾക്കും മേലെ ഇത്തിരി കുഞ്ഞന്മാരായ ചില പക്ഷികൾ പറന്നുപോകും. ദാറ്റ് മീൻസ് ഉയരങ്ങൾ ആർക്കും അന്യമല്ല. അപ്പൊ പിന്നെ തന്റെ ജോലി നടക്കട്ടെ. അപ്പോ സാറിനി ഇങ്ങോട്ട് തിരിച്ചില്ലെന്നാണോ? ഏയ്, അങ്ങനെ ഒരു തീരുമാനമൊന്നും എടുത്തിട്ടില്ല. കുറച്ചു കാലം കുട്ടികളോടൊപ്പം താമസിക്കും, അത് കഴിഞ്ഞ് തിരിച്ചു വരും. തന്നെപ്പോലെ വലിയവരോട് ഏറ്റുമുട്ടുന്ന ഒരു സുഖമുള്ള കാര്യമല്ലേ? ഒരു പക്ഷേ വീരചരമം പ്രാപിച്ചാൽ പോലും അതൊരലങ്കാരമല്ലേ? അപ്പൊ ഓക്കെ, കാണാം സാറേ. ഓക്കെ സാർ. ഹലോ സാരംഗ്, അനാമികയാ. എന്താ അനാമിക? സാരംഗ് എവിടെയാ? ഞാനൊരു വർക്ക് സൈറ്റില്ല. എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണം. ഞാൻ അങ്ങോട്ട് വരാം. ഞാനിവിടെ നിന്ന് ഇറങ്ങാറായി. ഈവനിങ് ഞാൻ വീട്ടിലേക്ക് വരാം. വേണ്ട, വീട്ടിൽ വെച്ച് കാണുന്നത് ശരിയാവില്ല. ഞാൻ ഇപ്പൊ തന്നെ വരാം. സാരംഗ് എനിക്ക് ലൊക്കേഷൻ ഒന്ന് സെൻഡ് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഈ സൈറ്റിൽ നിന്ന് പോവും. ലൊക്കേഷൻ ഞാൻ സെൻഡ് ചെയ്യാം. എങ്കിൽ ശരി. ഡോക്ടർ സക്രിയ നല്ല ചൂടിലാണല്ലോ. അയാളുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ മാം അന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അയാളുടെ പേഴ്സണൽ കാര്യങ്ങൾ ഈ ഹോസ്പിറ്റലിന് ഭീഷണിയാവുന്നുണ്ടെങ്കിൽ ചോദിക്കണ്ടേ? എന്ത് പേഴ്സണൽ കാര്യം? അത് അയാളോട് ചോദിച്ചു നോക്ക്. ഞാനന്ന് വീട്ടിൽ വന്നപ്പോൾ ഇതുവരെ ഇല്ലാത്തൊരു അറ്റ്മോസ്ഫിയർ. അവിടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ മാം? എന്ത് പ്രോബ്ലം? എനിക്കങ്ങനെ തോന്നി. മാത്രമല്ല, ഇവിടെ വന്നപ്പോൾ ഡോക്ടർ സക്രിയോട് മാം ദേഷ്യപ്പെട്ടൊന്നും പറഞ്ഞു. സക്കറിയുടെ പ്രവൃത്തികൾ നല്ലതല്ല. അതുകൊണ്ട് അയാളോട് പലപ്പോഴും എനിക്ക് ദേഷ്യപ്പെടേണ്ടി വരും. അതിൻ്റെ പേരിലുള്ള അയാളുടെ പരാതികൾ ഞാൻ കാര്യമാക്കാറുമില്ല. അരുണും അത് കാര്യമാക്കണ്ട. ഞാൻ മാമിനെ കാണാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. ഇപ്പോഴീ മുഖത്തുള്ള ടെൻഷൻ്റെ കാര്യം ഡോക്ടർ സക്രിയ മാത്രമല്ലെന്ന് എനിക്കറിയാം. ഫാമിലിയിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ Who are you to interfere in my family matters? എന്റെ ഫാമിലി പ്രോബ്ലം അന്വേഷിക്കുന്ന ചെയറിലാണ് അരുൺ ഇരിക്കുന്നത്. മാം, ഇവിടെ ഈ ഹോസ്പിറ്റലിൽ
നമ്മൾ അന്വേഷിക്കേണ്ടതും പരിഹരിക്കേണ്ടതുമായ 100 കണക്കിന് പ്രശ്നങ്ങളുണ്ട്. അതിനിടയിൽ ഇത്തരം ഏർപ്പാടുകളൊന്നും വേണ്ട. സോറി മാം, ചോദിക്കാനുള്ള ഫ്രീഡം എനിക്കുണ്ടെന്ന് തോന്നിയതുകൊണ്ട്. ഫ്രീഡം അത് തന്നെ അപകടം. ആരെങ്കിലും കുറച്ച് ഫ്രീഡം അനുവദിച്ചാൽ ഉടനെ തന്നെ അവരുടെ എല്ലാ വിഷയങ്ങളും കയറി അങ്ങ് ഇടപെടും. എനിക്ക് ഇത്തരം കാര്യങ്ങളൊന്നും പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. എൻ്റെ ഫാമിലി മാറ്ററോ അതോ മറ്റെന്തെങ്കിലും എനിക്ക് പരിഹരിക്കാൻ പറ്റാത്തതായോ ഉണ്ടെങ്കിൽ അത് ഞാൻ അരുണിനോട് പറഞ്ഞാൽ മാത്രം അരുൺ അതിൽ അഭിപ്രായം പറയാൻ ശ്രമിക്കുക. അല്ലാതെ ഈ കാണിക്കുന്നതൊക്കെ. ഐ ആം റിയലി സോറി മാം, റിയലി സോറി. എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. ഞാനീ ആരുമില്ലാത്തവനായതുകൊണ്ട്. സ്റ്റോപ്പ് ഇറ്റ്. ഏത് കാര്യത്തിനും അലങ്കാരമായിട്ട് ആരുമില്ലാത്ത കഥകൾ വിളമ്പണമെന്നില്ല. അങ്ങനെ ആരുമില്ലാത്ത ധാരാളം പേരുണ്ട് ഈ ഭൂമിയിൽ. പേഷ്യൻസിന്റെ കാര്യം എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല മാം. ഈ സമയത്ത് അരുണിന് എവിടെയാ ഡ്യൂട്ടി? ICUയിൽ. സോ പ്ലീസ്, ഡ്യൂട്ടിയിൽ വിട്ടുവീഴ്ച കാണിക്കുന്ന ഒരാളെ എനിക്ക് എന്റർടൈൻ ചെയ്യാൻ പറ്റില്ല. എന്താ അനാമിക? എനിക്ക് സംസാരിക്കാനുള്ളത് സാരംഗിന്റെ കുടുംബകാര്യമാണ്. ഐ എം സോറി, എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. മാത്രമല്ല, മൈഥിലിയോട് ഞാൻ ഡിസ്ക്ലോസ് ചെയ്യാത്ത ഒരു കാര്യം തന്നോട് ഞാൻ പറയുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? സാരംഗിനെ കുറിച്ച് അത്തരം അന്ധവിശ്വാസമൊന്നും എനിക്കില്ല. ഒരുപക്ഷെ ഞാനത് ചോദിക്കില്ലായിരുന്നു. പക്ഷേ സാരംഗിന്റെ കുടുംബ പ്രശ്നം ഇപ്പോ എന്റെ കുടുംബത്തിന്റെ കൂടി പ്രശ്ന. എന്തുപറ്റി? പക്വതയോടെ കൈകാര്യം ചെയ്യാമെങ്കിൽ ഞാനൊരു കാര്യം പറയാം. അബദ്ധങ്ങളൊന്നും കാണിക്കരുത്. പക്വതയോടെ കൈകാര്യം ചെയ്യാമെങ്കിൽ ഞാനൊരു കാര്യം പറയാം. അബദ്ധങ്ങളൊന്നും കാണിക്കരുത്. ആന്റി ചീത്തയാ. ആന്റി കാരണോ എന്റെ അമ്മ കരയുന്നത്. ഞങ്ങൾ അച്ഛനമ്മയെ പിരിക്കില്ലേ ആന്റി? എന്റെ അമ്മയെ കരയിക്കില്ലേ ആന്റി? അവൻ കുഞ്ഞ. അവന്റെ മനസ്സിൽ എങ്ങനെയാണ് ഇങ്ങനൊരു ചിന്ത വന്നതെന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷേ ഈ കാര്യം സംഭവിച്ചത് രഞ്ജിത്തിന്റെ മുമ്പിൽ വെച്ചാ. എന്നിട്ട് രഞ്ജിത്ത് എന്താ പറഞ്ഞത്? ആർക്കായാലും ചെറിയൊരു അസ്വസ്ഥത ഉണ്ടാവുമല്ലോ. അത് രഞ്ജിത്തിനും ഉണ്ടായി. അത് സ്വാഭാവികം. അല്ല സാരംഗ്, മൈഥിലി സാരംഗും തമ്മിലുള്ള സംസാരത്തിൽ എപ്പോഴെങ്കിലും ഞാനൊരു വിഷയമായിട്ടുണ്ടോ? നമ്മുടെ പഴയ ബന്ധം ഒരു ചർച്ചയായിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. കഴിഞ്ഞുപോയ കാര്യങ്ങളൊക്കെ എന്റെ മനസ്സിലെ ചവറ്റുകുട്ടയില്ല. പിന്നെ മൈഥിലി ഇക്കാര്യത്തിൽ എന്നെ സംശയിക്കുകയാണെങ്കിൽ എന്റെ റേഞ്ചിന് ചേർന്ന ഒരാളെ സംശയിക്കൂ. അതല്ലേ പറയാൻ വന്നത്. എനിക്ക് വ്യക്തമായി അറിയാം സാരംഗ്. സാരംഗിൽ നിന്ന് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവില്ല. കാരണം ആ ചിന്തയ്ക്ക് ലാഭമില്ല. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? താൻ ഏതർത്ഥത്തിൽ പറഞ്ഞാലും എന്റെ മനസ്സിൽ ഇപ്പൊ അങ്ങനെ ഒരു ചിന്തയില്ല. ഗുഡ്. അത്രയെങ്കിലും ആശ്വാസം. ഇനി ചെയ്യാൻ പറ്റുമെങ്കിൽ യദുമോന്റെ മനസ്സൊന്ന് തിരുത്തി കൊടുക്കണം. ഐ വിൽ ട്രൈ. യദു ആമിയെ എന്റെ അടുത്ത് വരുമ്പോ ഞാൻ എന്റെ സ്വന്തം മക്കളായിട്ടാ കരുതുന്നേ. ഒരു പക്ഷേ കുട്ടികളില്ലാത്ത ഞങ്ങൾ ആ നിലയിൽ തന്നെ അവരെ രണ്ടുപേരെയും സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട്. കുട്ടികൾ അകന്നു പോയാൽ അത് വല്ലാത്തൊരു സങ്കടാവും. അതുകൊണ്ട് ഈ വിഷയം സാരം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. പിന്നെ എപ്പോഴെങ്കിലും തന്റെ കുടുംബജീവിതം ഷെയർ ചെയ്യാവുന്ന വലിപ്പം എനിക്കുണ്ടെന്ന് തോന്നി തുടങ്ങിയാൽ അപ്പ എന്നോടൊന്ന് പറയണം. സാരംഗിനും മൈഥിലിക്കും ഇടയിലുള്ള പ്രശ്നം എന്താണെന്ന്. എനിക്ക് ആ തോന്നൽ വരാനുള്ള സാധ്യതയില്ല. എനിവേ, ഐ എം റിയലി സോറി. അതെന്തിനാ? ഏതു കാരണം നിങ്ങളുടെ കുടുംബത്തിൽ അസ്വസ്ഥത ഉണ്ടായല്ലോ. അതിന് സാരംഗ് സോറി പറയേണ്ട കാര്യം എന്താ? അവൻ എന്റെ കുഞ്ഞാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അവൻ ചെയ്ത ചെറിയ തെറ്റ് എനിക്ക് ക്ഷമിക്കാനാവും. കുട്ടികളുടെ മനസ്സിൽ അങ്ങനെ ഒന്നുണ്ടെന്ന് സാരംഗ് അറിഞ്ഞിരിക്കണമെന്ന് എനിക്ക് തോന്നി. എന്നാ ഞാൻ പൊക്കോട്ടെ? ഞാൻ ഡ്രോപ്പ് ചെയ്യണോ? വേണ്ട. പഴയ വിവാദങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിക്കോട്ടെ. പുതിയത് ക്ഷണിച്ചു വരുത്തണ്ട.